ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ആമുഖമാണ് പറഞ്ഞത്. എന്തിന് ചരിത്രം വായിക്കണം, എങ്ങനെയൊക്കെയാണ് ചരിത്രത്തെ വ്യത്യസ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വായിച്ചത്, നമ്മളെങ്ങനെയാണ് മുസ്ലിം ചരിത്രത്തെ വായിക്കേണ്ടത് എന്നതിലേക്കുള്ളൊരു സൂചനയാണ് നൽകിയത്. ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആദർശമെന്ന അർത്ഥത്തിൽ ഇസ്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ രൂപപ്പെടുത്തിയത്. ആ അർത്ഥത്തിൽ ഇന്ത്യയെ രൂപപ്പെടുത്തുമ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് മാറ്റമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയണമെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ എന്തായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് മുസ്ലിങ്ങൾ ഒരേ സമയത്ത് ഒന്നിച്ചല്ല മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സ്വഭാവത്തിലാണ്. അപ്പോൾ ആ വന്ന രീതി അതിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി സ്വാധീനിക്കും. ഇപ്പോൾ കച്ചവടക്കാരായിട്ടാണ് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. അത് മലബാർ, ഗുജറാത്ത്, തമിഴ്നാട് പോലെയുള്ള ഇന്ത്യൻ തീരപ്രദേശങ്ങളിലൂടെ കച്ചവടക്കാരായിട്ടാണ് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലത്തോട് അടുത്തുകൊണ്ട്, പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നവരുണ്ട്, അതല്ല പ്രവാചകൻ്റെ കാലശേഷമാണ് എന്ന് പറയുന്നവരുണ്ട്. ആ തർക്കത്തിലേക്ക് തൽക്കാലം നമ്മൾ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വായിക്കാം. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നമുക്കത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ കച്ചവടക്കാരായിട്ട് കടന്നു വന്നു. കച്ചവടത്തിൻ്റെതായ സ്വഭാവങ്ങളുണ്ടാവും. കച്ചവടത്തിൽ അവർ പുലർത്തിയ നീതിബോധം, സത്യസന്ധത അത് ഇവിടുത്തെ ആളുകളെ സ്വാധീനിക്കും. അതുപോലെ കച്ചവടക്കാരത്തെ ആളുകൾക്ക് ഇവിടുത്തെ ആളുകൾ വിവാഹം ചെയ്തു കൊടുക്കും. അതിലൂടെ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ ഇസ്ലാമിൻ്റെ ആദർശത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടാവും. അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു സമത്വം പോലെയുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിലെ അടിമത്തത്തിൽ നിന്ന് മോചനമായി കണ്ട് ആളുകൾ സ്വീകരിച്ച ആളുകളുണ്ടാവും. പല സ്വഭാവത്തിൽ. അതിലൊന്ന് ഒരു വഴി കച്ചവടക്കാരാണ്. മറ്റൊന്ന് അറബ് പടയോട്ടക്കാരായിട്ട് അറബികൾ തന്നെ സിന്ധിൽ വന്ന ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ, ഹിജറ 718 20-കളിലൊക്കെ ഉമവി കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. സിന്ധിലാണ് വന്നത്. അതൊരു വഴി. മൂന്നാമത്തെ വഴി അതിനും 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ, 11-12 നൂറ്റാണ്ടുകളിൽ അഫ്ഗാനിസ്ഥാനിലെ ഖൈബർ ചുരത്തിലൂടെ കടന്നു വന്ന് ഇങ്ങനെ 3 സ്വഭാവത്തിലാണ്, 3 കാലഘട്ടങ്ങളിൽ 3 സ്വഭാവത്തിലാണ്. അതിൽ ആദ്യത്തെ കച്ചവടക്കാരാണ്. അവർ ഏറെക്കുറെ അറബികളായിരുന്നു. കുറച്ചൊക്കെ അറബി പേർഷ്യക്കാരായ ആളുകളും ഉണ്ടാവാം. ഇറാഖിൽ നിന്നും അതുപോലെ ബസ്രയിൽ നിന്നൊക്കെ വന്ന അടിസ്ഥാനപരമായി പേർഷ്യൻ വംശ ആളുകളുണ്ട്. പക്ഷേ പൊതുവിൽ അറബികളാണ് കച്ചവടക്കാരായിട്ട് കേരളത്തിൽ വന്നത്, പ്രത്യേകിച്ച് മലബാറിൽ വന്നത് എന്ന് നമുക്ക് പൊതുവായി പറയാം. അപ്പോൾ അറബികൾ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിലെ ഒരു ഖൈറുൽ ഖുറൂൻ കർണി പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ആദ്യത്തെ നൂറ്റാണ്ടാണ് ഏറ്റവും അടുത്ത നല്ല നൂറ്റാണ്ട്. അത് അറബികളായതുകൊണ്ട് നന്നായതല്ല, വംശീയമല്ല. അവർ ഇസ്ലാമിനോട് വളരെ അടുത്ത, ഇസ്ലാമിൻ്റെ ഒരു വിശുദ്ധിയും അതിൻ്റെ ജീവിത മൂല്യങ്ങളൊക്കെ വളരെ നന്നായി പ്രതിഫലിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആദ്യ നൂറ്റാണ്ടുകളിൽ പെട്ട ആളുകളായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇസ്ലാം കുറേം കൂടി സ്വാധീനം ഉണ്ടാവും. അതിൻ്റെ സ്വാധീനം അവർ കടന്നു വന്ന പ്രദേശങ്ങളിൽ സ്വാധീനിക്കും. ഇപ്പോൾ മലബാറിലൊക്കെ ഇസ്ലാം വളരെ പെട്ടെന്ന് പ്രചരിക്കാൻ കാരണം ഇവിടെ വന്ന ആദ്യകാല അറബികളുടെ ജീവിതത്തിൽ ഇസ്ലാം കൂടുതൽ നല്ല അളവിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ അവർക്ക് പ്രസരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമതും ഏകദേശം അറബികൾ തന്നെയാണ്. ഉമവി കാലഘട്ട ഹിജറ ഉമവികൾ ഭരിക്കുമ്പോൾ ബഗ്ദാദിലെ അബ്ദുൽ മലിക് മർവാൻ ഉമവി ഖലീഫയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്
ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ ബഗ്ദാദിലെ ഗവർണറായിരുന്ന, ഇറാഖിലെ ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 18 വയസ്സായ ഒരു പിന്നെ പടനായകൻ്റെ നേതൃത്വത്തിൽ സിന്ധിലേക്ക് ഒരു സൈനിക നീക്കം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അത്. ഇവിടെ പിന്നെ ഇന്ത്യൻ തീരത്ത് വെച്ചുകൊണ്ട് ഇന്ത്യക്കാരായ ആളുകൾ അറബി കച്ചവടക്കാരെ പിടിച്ചെടുത്തപ്പോൾ അതിനുള്ള ഒരു ഇതായിട്ടാണ് യഥാർത്ഥത്തിൽ അതിനോടുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഈ പിന്നെ പടയോട്ടം നടക്കുന്നത്. അതും ഒരു ആദ്യ കാലഘട്ടത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടമായ സ്വഭാവത്തിലുള്ള ഇസ്ലാം വരവ് നമുക്ക് സിന്ധിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത് കുറേയും കൂടിയും കാലം കഴിഞ്ഞതിന് ശേഷം അഫ്ഗാനികളും തുർക്കികളുമായ ആളുകളാണ് ഖൈബർ ചുരം വഴി ആദ്യം കേവലമായ കൊള്ള എന്നർത്ഥത്തിൽ മാത്രം മുഹമ്മദ് ഗസനി വന്നു. പിന്നീട് മുഹമ്മദ് ഗോറി വന്നതിന് ശേഷമാണ് 1192 മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പിന്നെ സൈന്യത്തിലെ സൈന്യനായകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന അടിമ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു വ്യവസ്ഥാപിതമായ ആദ്യത്തെ ഭരണം സ്ഥാപിക്കുന്നത്. അടിമ രാജവംശം എന്ന പേരിൽ 1206 കുത്തുബുദ്ദീൻ ഐബക്കാണ് സ്ഥാപിക്കുന്നത്. ഈ 3 സ്വഭാവത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത വിവിധ ഘട്ടങ്ങളിൽ വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്ന് പറയണമെങ്കിൽ ഇന്ത്യ എന്തായിരുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇന്ത്യ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റാണ്ടുകളോളമായി വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇവിടെ കടന്നു വരികയും പിന്നെ അവരുടേതായ രാജവംശങ്ങൾ സ്ഥാപിക്കുകയും അവരുടേതായ സംഭാവനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്ത വലിയ ലോക നാഗരികതയുടെ ചരിത്രത്തിൽ തന്നെ വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വിഭാഗങ്ങൾ തന്നെയാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പിന്നെ കടന്നു വന്ന ആളുകൾ തന്നെ, ആരും നമ്മളിപ്പോൾ അങ്ങനെ പറയല്ലോ ഇന്ത്യയിൽ മറ്റുള്ളവരൊക്കെ കടന്നു വന്നതാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ആദിമ നിവാസികൾ എന്നൊന്നും പറയാൻ ആർക്കും അവകാശമൊന്നുമില്ല. കാലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഓരോരുത്തരും പല സന്ദർഭങ്ങളിൽ കടന്നു വന്ന ആളുകളാണ്. ഇപ്പോൾ ആര്യന്മാരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് ഇന്ന് ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും വലിയ ഒരു അടിത്തറയായി മനസ്സിലാക്കപ്പെടുന്ന ഈ ഒരു പിന്നെ ആര്യൻ സംസ്കാരമാണ്. ആര്യന്മാരാണ്. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറിയ ആളുകളാണ്. ഏകദേശം 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ 3000-4000 വർഷങ്ങൾക്ക് മുമ്പ്, അതിലപ്പുറമൊന്നും കാലയളവില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കുടിയേറിയ മധ്യേഷ്യയിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ആര്യന്മാർ. ആര്യന്മാർക്ക് മുമ്പ് ഇന്ത്യയിൽ അതിനേക്കാളും പിന്നെ സമ്പന്നമായ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന സിന്ധു നദീ തട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കാരം ഇന്ത്യയിലുണ്ടായിരുന്നു. 1900 വരെ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരുന്നത് ഇന്ത്യയിലെ ആദ്യ കുടിയേറ്റക്കാർ ആര്യന്മാർ എന്നായിരുന്നു. ആര്യന്മാർക്ക് മുമ്പ് ഇന്ത്യ വളരെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രളയമായിരുന്നു എന്നായിരുന്നു ആദ്യകാലത്ത് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ 1920കളിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധിൽ നടത്തിയ പര്യവേഷണ ഫലമായിട്ട്, ഉത്ഖനന ഫലമായിട്ട് സിന്ധു നദീ തട സംസ്കാരം എന്ന് പറയുന്ന മോഹൻജാദാരോ ഹരപ്പ എന്ന് പറയുന്ന സംസ്കാരം കണ്ടെടുക്കപ്പെട്ടു. അത് ഈ ആര്യന്മാരെക്കാളും പിന്നെ പുഷ്കലമായ സംസ്കാരമുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷെ ആര്യന്മാർ ഇന്ത്യക്ക് ശാസ്ത്രം സംഭാവന നൽകുന്നുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിഹാസങ്ങൾ, അതുപോലെ നമ്മളുണ്ടല്ലോ ഒരുപാട് വേദങ്ങളുണ്ട്, അതിൻ്റെ വ്യാഖ്യാനമായി ഉപനിഷത്തുക്കളുണ്ട്, ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്ന മഹാഭാരതം, രാമായണം, മനുസ്മൃതി, സ്മൃതി ഇങ്ങനെ പറയുന്ന ഒരുപാട് വൈജ്ഞാനിക, അതുപോലെ തന്നെ പിന്നെ ചില ശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, ഈ മേഖലയിലൊക്കെ തന്നെയും വലിയ സംഭാവന അർപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സംഭാവനകളൊക്കെ തന്നെയും അപ്രസക്തമാക്കുന്ന ഏറ്റവും വലിയ, അവർ സൃഷ്ടിച്ച ഏറ്റവും മാരകമായ ഒരു സംഭവം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യരെ തട്ടുകളായി തിരിച്ചുകൊണ്ട്, വംശത്തെ അടിത്തറയായിക്കൊണ്ട് മേൽത്തട്ട് കീഴ്ത്തട്ട് എന്നർത്ഥത്തിൽ താഴെ ഉള്ളവരൊക്കെ തന്നെയും അടിമകളെക്കാളും മോശമായ രീതിയിൽ
തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ അർത്ഥത്തിൽ പരസ്പരം കാണാൻ തന്നെ പാടില്ല, പരസ്പരം ഒന്നിച്ചു കൂടാൻ പാടില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലുള്ള പരസ്പര സഹവർത്തിത്വത്തെയും നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന, മനുഷ്യരെ അടിമകളാക്കുന്ന, അടിമകളെക്കാളും അപ്പുറം മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സംസ്കാരമാണ് ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥയ്ക്ക് ശക്തമായ മതപ്രമാണങ്ങൾ ചമച്ചു എന്നതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ, അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മർദ്ദക വ്യവസ്ഥയായി ഇന്ത്യൻ ജാതിയെ മാറ്റുന്നത്. ഇന്ത്യ ലോകത്തൂടെ നല്ല അടിമകളുണ്ടായിരുന്നു. യൂറോപ്പിലുണ്ടായിരുന്നു, ആഫ്രിക്കയിലുണ്ടായിരുന്നു, അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്നു അടിമകൾ. പക്ഷേ ആ അടിമകളൊക്കെ തന്നെയും അടിമകളുടെ കലാപം, യൂറോപ്പിലെ ഒരു കാലഘട്ടത്തിൽ അടിമകൾ കലാപം നയിച്ചിട്ടുണ്ടായിരുന്നു. ഉടമകൾക്കെതിരെ വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം അടിമകൾ മാനസികമായി സ്വതന്ത്രരായിരുന്നു എന്നാണ്. അവർ കേവലമായ ഒരു മെറ്റീരിയൽ അടിമകൾ മാത്രമായിരുന്നു. അവർക്ക് മാനസികമായി അവർക്ക് അടിമത്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുറത്തു വരണമെന്നൊരു ആഗ്രഹമാണ് വലിയ കലാപമായിട്ട് മാറുന്നത്. പല അറേബ്യൻ രാജ്യങ്ങളിൽ അടിമകളായ ആളുകളെ ഉടമകൾ തന്നെ പിന്നീട് അവരെ സ്വതന്ത്രമാക്കിക്കൊണ്ട് തങ്ങളുടെ പിൻഗാമികളായി വായിക്കുന്നത് നമ്മൾ കാണും. ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം സൽത്തനത്ത് ഒരു അടിമ സ്ഥാപിച്ചതാണ്. മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന ഒരു അടിമയുടെ, ഒരു ഭരണാധികാരിയുടെ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്ത്യയിലെ അടിമ രാജവംശം. അതുപോലെ പിന്നെ ഈജിപ്തിൽ മംലൂക്കുകളുടെ ഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ അടിമകളെ മനുഷ്യരായി ഗണിക്കുന്ന മറ്റെല്ലാ സംസ്കാരങ്ങളും അടിമത്തമുണ്ടായിരുന്നുവെങ്കിലും മനുഷ്യരായിട്ട് അവരെ കണ്ടിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ അടിമത്തെക്കാളും അങ്ങേയറ്റം ഭീകരമായിരുന്നു, അങ്ങേയറ്റം ചൂഷണാത്മകമായിരുന്നു. അതിന് മതപ്രമാണമുണ്ടായിരുന്നു. ഓരോരുത്തരും ഇപ്പം ഏറ്റവും 4 ജാതികളാണ്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണരാണ് ഏറ്റവും മുകളിൽ, ഒരു പിരമിഡ് സ്വഭാവത്തിലാണ് ജാതി വ്യവസ്ഥയുള്ളത്. മുകളിൽ ബ്രാഹ്മണർ, അവരാണ് വിജ്ഞാനത്തിൻ്റെ കുത്തക, ആധിപത്യം, ഭൂമിയുടെ അവകാശം അവരുടെ പേരിലാണ്. വിജ്ഞാനം, അവർക്ക് മാത്രമേ വിജ്ഞാനം സമ്പാദിക്കാനും വിതരണം ചെയ്യാനുള്ള അവകാശമുള്ളൂ. ആരെങ്കിലും അവരെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ഭരണം പോലും ഇവരുടെ പേരിലായിരിക്കണം. ഇപ്പോൾ തൊട്ടുതായുള്ള ക്ഷത്രിയരാണ് യഥാർത്ഥത്തിൽ ഭരണവർഗം. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ക്ഷത്രിയ രാജവംശങ്ങളും യഥാർത്ഥത്തിൽ ബ്രാഹ്മണരുടെ പേരിലായിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പോൾ ശ്രീപത്മനാഭ, കേരളത്തിലെ മാർത്താണ്ഡവർമ്മ, അദ്ദേഹം വെട്ടിപ്പിടിച്ച പ്രദേശങ്ങളൊക്കെ തന്നെയും ശ്രീപത്മനാഭന് സമർപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമാവകാശം മുഴുവൻ ബ്രാഹ്മണർക്കായിരുന്നു. ക്ഷത്രിയർ അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർ ദൈവത്തിൻ്റെ, ബ്രഹ്മാവിൻ്റെ മുതുകിൽ നിന്ന് ജനിച്ചവരാണ്. വംശീയമായി തന്നെ ഈ ഒരു ശ്രേണി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ഷത്രിയർക്ക് ശേഷം കച്ചവടക്കാരായ വൈശ്യര്, അവർക്ക് ശേഷം തൊഴിലാളികളായ ശൂദ്രർക്ക് ശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന എന്താ പറയുക, അൺടച്ചബിൾ എന്നാൽ അവർണരായ, വർണ്ണമില്ലാത്ത ആൾ. ഈ നാല് പേർക്കും വർണ്ണമുണ്ട്, പക്ഷെ അവർക്ക് താഴെ 100,000 വർണ്ണങ്ങളില്ലാത്ത, അവരൊക്കെ തന്നെയും അടിമകളാക്കുന്ന, അതിന് മതപ്രമാണം ചമക്കുന്ന. മതപ്രമാണം എന്താണ്? നിങ്ങൾ ഇന്ന് ഒരു കീഴാള വിഭാഗത്തിൽ ജനിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മുൻജന്മത്തിലെ പാപം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മുൻകാലത്ത് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നിങ്ങൾ അടിമകളാക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ജന്മത്തിൽ, പുനർജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണരോ ക്ഷത്രിയരോ ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അടിമത്ത ജീവിതം ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ അടിമകളായി ജീവിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ ക്ഷത്രിയനായിട്ടോ ബ്രാഹ്മണരായിട്ടോ ജനിക്കാം. ഈ അർത്ഥത്തിൽ അടിമത്തത്തിന് മതപ്രമാണം ചമച്ചു എന്നതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മർദ്ദക വ്യവസ്ഥയായിട്ട് ഇത് മാറുന്നത്. ഈ ഒരു ജാതി വ്യവസ്ഥ കൊണ്ട് ഉണ്ടായൊരു പ്രശ്നം, ഇവിടുത്തെ ഒരിക്കലും വിജ്ഞാനം എല്ലാവരിലേക്കും വിതരണം ചെയ്താലേ മൊത്തം സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. പക്ഷേ ബ്രാഹ്മണരൊരിക്കലും വിജ്ഞാനം മറ്റാർക്കും പകർന്നു നൽകിയില്ല. ഏതെങ്കിലും ശൂദ്രൻ വേദം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണമെന്നാണ് മനുസ്മൃതി പറയുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ദ്രോണൻ എന്ന് പറയുന്ന ബ്രാഹ്മണനായ ഈ അസ്ത്രവിദ്യ പഠിക്കുന്ന, ഈ അസ്ത്രവിദ്യ മറഞ്ഞിരുന്നു കൊണ്ട് പഠിച്ച ചണ്ടാലനായ ഏകലവ്യൻ്റെ ഗുരുദക്ഷിണ എന്താണ് ദ്രോണാചാര്യൻ ചോദിക്കുന്നത്? നിൻ്റെ ചൂണ്ടുവിരൽ
മുറിച്ച് തരണം. ചൂണ്ടുവിരൽ മുറിച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ വിജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈ ഒരു അർത്ഥത്തിൽ ഈ അടിമത്തത്തെ, ഈ ഒരു ജാതി വ്യവസ്ഥയെ ഒരു മതപ്രമാണമാക്കി മാറ്റുന്ന അർത്ഥത്തിൽ ഉള്ള ആ ഒരു സമൂഹത്തിൽ, ഒരു അടഞ്ഞ സമൂഹത്തിൽ വിജ്ഞാനം വിതരണം ചെയ്യപ്പെടുകയില്ല. അതുപോലെ തന്നെ അവർക്കൊരിക്കലും പിന്നെ ഒരു ബ്രാഹ്മണർക്ക് ഭൂമി വിതരണം ചെയ്യപ്പെടുകയില്ല. മൊത്തം സമൂഹത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ വിജ്ഞാനം വിതരണം ചെയ്യപ്പെടണം, ഭൂമി വിതരണം ചെയ്യപ്പെടണം. ഭൂമിയൊക്കെ ഒന്നുകിൽ ദേവസ്വം, ബ്രഹ്മസ്വം. ദേവസ്വം എന്ന് പറയുന്നത് പിന്നെ ഈ പൂജാരിമാർ നേതൃത്വം നൽകുന്ന അവരുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ആയിരിക്കും ഭൂമി. അതല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ഭൂമിയായിരിക്കും. രണ്ടായാലും ക്ഷേത്രങ്ങളുടെ ഭൂമിയും ഫലത്തിൽ ബ്രാഹ്മണരുടെ ഭൂമി തന്നെയാണ്. അപ്പോൾ ഭൂമിയിൽ ഒരിക്കലും വിതരണം നടക്കുകയില്ല. ഭൂമി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയില്ല, വിജ്ഞാനം വിതരണം ചെയ്യപ്പെടുകയില്ല. മനുഷ്യരെ അടിമകളാക്കുന്നതോടുകൂടി മനുഷ്യർ സ്വന്തമായി പുരോഗമിക്കുകയില്ല. മാത്രമല്ല ഇവർക്ക് ഒരിക്കലും പുറത്തേക്ക് വിജ്ഞാനത്തെ എന്നാൽ വിജ്ഞാനവും ഇവിടുത്തെ സമ്പത്തൊക്കെ തന്നെയും പുറത്തേക്ക് കടൽ എന്നത് ഏറ്റവും വലിയൊരു പിന്നെ വിനിമയോപാധി എന്ന് പറയുന്നതിൽ എന്നാൽ ഒരു ഗതാഗത സംവിധാനം എന്ന് പറഞ്ഞാൽ കടലായിരുന്നു, കടലിലുള്ള കപ്പലുകളായിരുന്നു. പക്ഷേ കടൽ യാത്ര ഇവിടുത്തെ ബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റം അടഞ്ഞ വിജ്ഞാനങ്ങളെയും സമ്പത്തുക്കളെയും പുറത്തു നിന്നൊന്നും കൊണ്ടുവരികയുമില്ല, എന്നാൽ പുറത്തേക്കൊന്നും കൊടുക്കുകയുമില്ല എന്ന സ്വഭാവത്തിലൊരു അടഞ്ഞ ഒരു സമൂഹം. ഈ ഒരു അടഞ്ഞ സമൂഹത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വരുന്നത്. ഈ ഒരു അടഞ്ഞ സമൂഹത്തിലേക്ക് ഇസ്ലാം വരുമ്പോൾ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം, ഈ സമൂഹത്തെ പുറം ലോകത്തേക്ക് തുറന്നു വിട്ടു എന്നതാണ് മൊത്തത്തിൽ സാമാന്യമായിട്ട് നമ്മൾ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് പറയുന്നത്. ഈ ഒരു അടഞ്ഞ സമൂഹത്തെ പുറം ലോകത്തേക്ക് തുറന്നു വിട്ടു. പുറത്തുനിന്ന് വിജ്ഞാനങ്ങൾ വരാൻ തുടങ്ങി, ഇവിടുത്തെ വിജ്ഞാനങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അൽബറൂനിയുടെ കിതാബുൽ അജായിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ്, അല്ലെങ്കിൽ കിതാബുൽ ഹിന്ദ്, അതുപോലത്തെ ഇദ്രീസിയുടെ പുസ്തകങ്ങളിലൂടെയാണ് ഇന്ത്യക്ക് സംസ്കാരമുണ്ട്, ഇന്ത്യക്ക് വലിയ ശാസ്ത്ര പിന്നെ സംഭാവനകളുണ്ട്, ഇപ്പോൾ പൂജ്യം കണ്ടുപിടിച്ചവർ ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പുറം ലോകത്ത് അറിയുന്നത് മുസ്ലിം എഴുത്തുകാരുടെ അൽബറൂനിയുടെയും അതുപോലെ തന്നെ ഇദ്രീസിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരർത്ഥത്തിൽ ഇന്ത്യയെ പുറം ലോകത്തേക്ക് തുറന്നു വെച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ജവഹർലാലിനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 സംഭാവനകൾ മനുഷ്യ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വലിയ അളവിൽ സഹായകമായ 3 ഘടകങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഈ ഒരു ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായിരുന്നു, ബഹുദൈവത്വമായിരുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും ഓരോരോ ഗോത്രത്തിനും അവരുടേതായ ദൈവം, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അത് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ചൂഷണ ഉപകരണമായിരുന്നു. ഇപ്പോൾ ഒരർത്ഥത്തിൽ ഈ ഒരു ചൂഷണത്തിന്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ചൂഷണത്തിൻ്റെ അടിത്തറയായ ഷിർക്കിനെ ഇസ്ലാമിൻ്റെ ഒരു ഏകദൈവത്വം കൊണ്ട് പിളർന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഒന്നാമത്തെ സംഭാവന ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിന്. ഈ ഏകദൈവ വിശ്വാസത്തെ 2 രീതിയിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പുതുമയുള്ളൊരു സംഗതിയാണ് അവർക്ക്. കാരണം ഇവിടെ നമ്മൾ പറയും ഇന്ത്യ 33 ദൈവങ്ങളുടെ നാടാണ്. എല്ലാത്തിലും ദൈവമാണ്, തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമാണ്. ആർക്കും എങ്ങനെയും എപ്പോഴും ദൈവമാകാം. ജീവനുള്ളതും ജീവനില്ലാത്തതും പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ദൈവങ്ങളാണ്. പക്ഷേ ഈ ഒരു ദൈവങ്ങളുടെ ലോകത്തേക്ക് ഒരു വളരെ കൃത്യമായ ഒരു ഏകദൈവ സങ്കല്പം സ്വാഭാവികമായിട്ടും ആളുകളെ ആകർഷിക്കും. മാത്രമല്ല ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഏകമാനവികതയാണ്. എല്ലാവരും ദൈവത്തിൽ നിന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവമല്ല, എല്ലാവരെയും സൃഷ്ടിച്ചത് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, എല്ലാവരെയും സൃഷ്ടിച്ച്, നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ച ദൈവമാണെന്നാണ്. ഈ ഒരു തൗഹീദി കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആളുകൾ ഇതിനെ സ്വീകരിക്കാൻ തുടങ്ങി. വേറെ ആളുകൾ ഇതിനെ പിന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹിന്ദുമതത്തെ തന്നെ പരിഷ്കരിക്കാൻ തുടങ്ങി. ഹിന്ദുമതത്തിലെ ഭക്തിപ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പിന്നെ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾ,
രാജാറാം മോഹൻ റായിയുടെയും ഒക്കെ തന്നെയും പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഈ ഒരു ഏകത വിശ്വാസത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തിലുള്ള പരിഷ്കരണ പ്രവണതകൾ വളർന്നു വരാൻ തുടങ്ങി. രണ്ടാമത്തെ, അപ്പോൾ ഒന്ന് ഏകത വിശ്വാസം, രണ്ടാമത്തത് സമത്വം എന്ന് പറയുന്ന അടിസ്ഥാന കാഴ്ചപ്പാട്. സമത്വമാണ് ഇന്ത്യ ഏറ്റവും കൂടി ഇസ്ലാമിൻ്റെ ഏറ്റവും ഇന്ത്യക്കാരെ സ്വാധീനിച്ച ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സമത്വമാണ്. കാരണം ഈ സമത്വമാണ് ഇന്ത്യയിൽ തീരെ ഇല്ലാത്തത്. എന്താണോ തീരെ ഇല്ലാത്തതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. മനുഷ്യരൊന്നാണ് എന്ന ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യക്കാർ ഏറ്റവും. അതുകൊണ്ടാണ് കൂട്ടമായ ആളുകളേക്ക് ഇസ്ലാമിലേക്ക് വന്നത്, ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി വരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു സമുദായത്തിലെ പരിഷ്കർത്താക്കളായ ആളുകൾ ആ മതത്തിനകത്തുള്ള ജാതി വ്യവസ്ഥക്കെതിരെയുള്ള സമരങ്ങൾ ആരംഭിച്ചു. രണ്ട് രീതിയിലാണ് സമത്വം ഇന്ത്യക്കാരെ സ്വാധീനിച്ചത്. ഒന്ന്, ഇസ്ലാമിൻ്റെ സമത്വ സങ്കല്പം ആകർഷിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾ, അവരാണല്ലോ യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥയുടെ ഈ മേൽത്തട്ട് കീഴ്ത്തട്ട് വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു ഇരകൾ. അവരെന്തായി കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഹിന്ദുമതത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഹിന്ദു മതത്തിനകത്ത് തന്നെ ജാതി വ്യവസ്ഥക്കെതിരായ വലിയ സമരങ്ങൾക്കത് പ്രചോദനമായി. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ടിപ്പു സുൽത്താനൊക്കെ ഇന്ത്യയിൽ നടത്തിയ എല്ലാ മുസ്ലിം ഭരണാധികാരികളും സമത്വം എന്ന് പറയുന്ന അവിടെ ഭരണത്തിൻ്റെ ഒരു അടിത്തറയായിരുന്നു. ഈ മേൽജാതി കീഴ്ത്തട്ട് വ്യവസ്ഥയെ വളരെ ശക്തമായി അവർ ചോദ്യം ചെയ്യുകയും അത് ഇന്ത്യക്കാരെ അനുഭവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ മുഹമ്മദുൽ ഖാസിം ഉദാഹരണം പറഞ്ഞാൽ, സിന്ധിലെ മുഹമ്മദുൽ ഖാസിം ഇന്ത്യ കീഴടക്കുന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എല്ലാ ആളുകളെയും ഇന്ത്യക്കാരെയും പരിസരത്തുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടൊരു വിരുന്ന് സംഘടിപ്പിക്കുകയായിരുന്നു. ആ വിരുന്നിൽ ഒരിക്കൽ പോലും കൊട്ടാരത്തെ ദൂരത്തുനിന്ന് പോലും കാണാൻ ഭാഗ്യമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത കീഴാളരായ മനുഷ്യന്മാർ കൂട്ടമായി ആ വിരുന്നിൽ പങ്കെടുക്കുക. സ്വാഭാവികമായി ഇത് ഇസ്ലാമിൻ്റെ ഒരു സമത്വത്തെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു. ഇതിലാകൃഷ്ടരായിട്ടാണ് കൂട്ടമായിട്ട് സിന്ധിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. മറുഭാഗത്ത് ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ഒരു കലാപം ഹിന്ദുമതത്തിൽ സൃഷ്ടിക്കാൻ ഇത് കാരണമായി. മൂന്നാമത്തത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ അന്തസ്സ്. നമുക്കറിയാം, ഇന്ത്യയിൽ പ്രത്യേകിച്ചും സവർണ ഹിന്ദുക്കൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയൊരു ആചാരമായിരുന്നു സതി എന്ന് പറയുന്നത്. സതി, ഒരു ഭർത്താവ് മരിച്ചാൽ പിന്നെ ജീവിക്കാൻ സ്ത്രീക്ക് അർഹതയില്ല, അവർക്ക് സ്വത്താവകാശമില്ല. സ്വത്താവകാശം ഇപ്പോൾ ഉണ്ടാവണമെങ്കിൽ ജീവിക്കാൻ ആദ്യം അർഹത വേണമല്ലോ. ജീവിക്കാൻ അവരെന്താ സ്വന്തം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ക്രൂരമായ സ്ത്രീകളുടെ അന്തസ്സിനെതിരെ നിൽക്കുന്ന ഏറ്റവും. ലോകത്തെവിടെയും ഇങ്ങനെ ഒരു ആചാരമില്ല. ലോകത്തെല്ലാ പഴയ കാലത്ത് ലോകത്ത് പല ദുഷിച്ച പല ആചാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ പോലെയുള്ള സ്ത്രീകളെ ഈ അർത്ഥത്തിലുള്ള സ്ത്രീകളെ മനുഷ്യരായി കാണാത്ത ഇത്രയും ചൂഷണമുള്ള വ്യവസ്ഥ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് ജാതി വ്യവസ്ഥ, രണ്ടാമത്തെ സ്ത്രീകളുമായിട്ടുള്ള. എന്നാൽ കുടുംബം എന്ന് പറയുന്നത്, സ്ത്രീക്ക് ഭർത്താവ് മരിച്ചാൽ പിന്നെ പുനർവിവാഹം എന്തായിരുന്നാലും പുനർവിവാഹവും സ്വത്താവകാശം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്താണ്, ജീവിക്കാനുള്ള അർഹത വേണം. പക്ഷേ ജീവിക്കാൻ പോലും അർഹതയില്ല. അവർ അതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നത് ഒരു മതാചാരമായി കൊണ്ടു നടക്കുന്ന ഇന്ത്യയിലേക്കാണ് സ്വാഭാവികമായിട്ടും കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ ആളുകളിലേക്ക് അത് ആകർഷിക്കപ്പെട്ടത് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ കുടുംബ വ്യവസ്ഥക്കെതിരെ വലിയൊരു ആക്രമണങ്ങൾ ഓറിയൻ്റലിസ്റ്റുകൾ നടത്താൻ കാരണം എല്ലാ കാലത്തും ഇസ്ലാമിനെ പൊതുസമൂഹം അനുഭവിച്ചത് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ വ്യവസ്ഥയിലൂടെയായിരുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പദവി, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ പദവി, സ്ത്രീകളുടെ സംരക്ഷണം. അപ്പോൾ ഈ സതിക്കെതിരെ നടത്തിയ ഈ ഒരു അവരുടെ ജീവിതത്തിലൂടെ നടത്തിയ അവരുടെ ഒരു ഈ ഇസ്ലാമിൻ്റെ ഒരു കുടുംബ വ്യവസ്ഥ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരെ ആകർഷിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ രണ്ട് തരം പ്രവണതകളുണ്ടാവും. ഒരു പ്രവണത ഈ അടിമത്തം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് സ്ത്രീകൾ കടന്നു വരും. എല്ലാ കാലത്തും ഇസ്ലാമിലേക്ക് കൂടുതൽ ആൾ കടന്നു വന്നത് സ്ത്രീകളിലാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട് സ്ത്രീകളായിരിക്കും. കാരണം ഇന്നും അങ്ങനെ തന്നെ യൂറോപ്പിലൊക്കെ തന്നെയും ഇസ്ലാമിലേക്ക് കൂടുതൽ ആൾ കടന്നു വരുന്നത് സ്ത്രീകളാണ്. അതിന് കാരണം ഇസ്ലാമിൻ്റെ ഒരു കുടുംബ വ്യവസ്ഥ അത് ഇന്ത്യയിൽ വലിയ അർത്ഥത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. മാത്രമല്ല ഭരണാധികാരികൾ തന്നെ
സ്വന്തം നിലയ്ക്ക് തന്നെ സതി നിർത്തലാക്കാനുള്ള പലതരം പലതരം പദ്ധതികൾ അവർക്കുണ്ടായിരുന്നു. നേർക്ക് നേരെ സതി നിരോധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഇന്ത്യക്കാരുടെ മതത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയും മതത്തിൽ ഇടപെടാൻ സ്വാഭാവികമായിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ സതിയെ നിരുത്സാഹപ്പെടുത്താനുള്ള പലതരം നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കലുണ്ട്. ഇന്ത്യയിൽ സതി നിരോധിച്ചത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വില്യം ബെൻഡിക്കാണ്. അതിന് പ്രചോദനമായത് രാജാ റാം മോഹൻ റായിയാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇന്ത്യയുടെ ഔറംഗസീബിൻ്റെ കാലത്തും ഡൽഹി സുൽത്താൻമാരുടെ കാലത്തും പല രാജാക്കന്മാരും സതിയെ ഭാഗികമായി നിരോധിക്കാൻ ശ്രമിക്കുകയും അതിൽ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദവി അന്തസ്സ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇസ്ലാം നൽകിയ വലിയൊരു സംഭാവനയാണ്. വളരെ പ്രധാനപ്പെട്ട തൗഹീദ്, സമത്വം, സ്ത്രീകളുടെ പദവി, പിന്നീട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ഈ ഒരു ജനാധിപത്യവൽക്കരണം, ഇന്ത്യയുടെ സമ്പത്ത് പുറം ലോകത്തേക്ക് എത്തിക്കുക, അവിടെ നിന്ന് സമ്പത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുക, ഇന്ത്യയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക, അതുപോലത്തെ ഇന്ത്യക്കൊരു ഭാഷ, ഔദ്യോഗിക ഭാഷ ഉണ്ടായത്. ഇപ്പോൾ പേർഷ്യൻ ഭാഷയായിരുന്നു. അതുവരെ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഓരോരുത്തരും പ്രാദേശികമായി പലതും സംസാരിക്കുമെന്നല്ലാതെ ഔദ്യോഗികമായ ഒരു ഭാഷ സ്വാഭാവികമായി അതിനെ ചുവടുപിടിച്ച് ഒരുപാട് ഭാഷകളുണ്ടായി. അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഗംഗ, യമുന, തഹദീബ് എന്ന് പറയുന്ന ഈ ഒരു സംസ്കാരം തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് നൽകിയതാണ്. ഈ ഒരു അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏകദൈവവിശ്വാസം, സമത്വം, സ്ത്രീകളുടെ പദവി, അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം, ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരം, അതുപോലെ ഇന്ത്യൻ ശാസ്ത്രം, ഇന്ത്യൻ വിജ്ഞാനങ്ങളെ പുറം ലോകത്തേക്ക് എത്തിച്ചത്, അവിടെ നിന്ന് സമ്പത്ത് ഇന്ത്യയുടെ ഈ പുറം ലോകവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തിയതൊക്കെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിലൊരു ആധുനിക ഇന്ത്യയിലേക്കും ഇന്ത്യ മാറി. അല്ലെങ്കിൽ ഒരു പ്രാകൃതമായ സ്വഭാവത്തിലുള്ള ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്, ഇതിനപ്പുറമില്ല. പുറത്തേക്കിത് ഇതിനെ തുറന്നു വിട്ടു. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു വെച്ചത് മുസ്ലിങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.